ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഷിക മേഖലയിൽ MS സ്വാമിനാഥന്റെ ആശയങ്ങൾ ഇന്നും പ്രസക്തമെന്നും പ്രധാനമന്ത്രി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. കണക്കിൽപ്പെടാത്ത പണം വസതിയിൽ നിന്ന് കണ്ടെത്തിയ കേസിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീം കോടതി തള്ളി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം 12 വരെ നീട്ടി. പോളണ്ടിൽ നടക്കുന്ന അത്ലറ്റിക്സ് മീറ്റിൽ വനിതാ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ അന്നു റാണിക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഈ മാസം 21 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സെപ്റ്റംബർ 9-നാണ് തിരഞ്ഞെടുപ്പും വോട്ടെണ്ണലും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഈ മാസം 22-ന് നടക്കും. ഈ മാസം 25-ആണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ അംഗങ്ങൾ, ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. MS സ്വാമിനാഥന്റെ ജന്മശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക ചെലവ് കുറയ്ക്കുന്നതിനും സർക്കാർ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ MS സ്വാമിനാഥന്റെ ആശയങ്ങൾ ഇന്നും പ്രസക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. प्रोफेसर MS स्वामीनाथन देश की खाद्य सुरक्षा को अपने जीवन का ध्येय बना लिया. साथियों, डॉक्टर स्वामीनाथन ने भारत को खाद्यान्न में आत्मनिर्भर बनाने का अभियान चलाया. वो केवल रिसर्च नहीं करते थे, बल्कि खेती के तौर तरीके बदलने के लिए किसानों को प्रेरित भी करते थे. आज भी भारत के एग्रीकल्चर सेक्टर में उनकी अप्रोच, उनके विचार हर तरफ नजर आते हैं. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടരുന്നു. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഭരണഘടനാപരവും പാർലമെന്ററി നടപടിക്രമങ്ങളും നിയമങ്ങളും അനുസരിച്ച് എല്ലാ വിഷയങ്ങളിലും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബീഹാർ വോട്ടർ പട്ടിക വിഷയം സുപ്രീംകോടതിയുടെ പരിഗണനയിലാണെന്നും അതിനാൽ സഭയിൽ ചർച്ച ചെയ്യാൻ സാധിക്കില്ലെന്നും ശ്രീ കിരൺ റിജിജു വ്യക്തമാക്കി. കണക്കിൽപ്പെടാത്ത പണം വസതിയിൽ നിന്ന് കണ്ടെത്തിയ കേസിൽ ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് ചോദ്യം ചെയ്ത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീം കോടതി തള്ളി. സംഭവത്തിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിടുകയും ജസ്റ്റിസ് വർമ്മയെ സ്ഥാനത്ത് നിന്ന് നീക്കാനും ശുപാർശ ചെയ്തിരുന്നു. ഇതിനെതിരെ സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത്. അമേരിക്കയുടെ അധിക തീരുവ ചുമത്തൽ അന്യായവും യുക്തിരഹിതവുമാണെന്ന് ആവർത്തിച്ച് ഇന്ത്യ. ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ 25% അധിക തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിലാണ് അമേരിക്ക 25% അധിക തീരുവ പ്രഖ്യാപിച്ചത്. മൌറീഷ്യസുമായുള്ള വികസന പങ്കാളിത്തത്തിലെ പുതിയ ചുവടുവയ്പിന്റെ ഭാഗമായി 10 ഇലക്ട്രിക് ബസ്സുകൾ ഇന്ത്യ കൈമാറി. മൌറീഷ്യസിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ബസ്സുകൾ ഔദ്യോഗികമായി കൈമാറി. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള ഇന്ത്യയുടെ പിന്തുണയ്ക്ക് മൌറീഷ്യസ് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിൽ CRPFന്റെ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 3 ജവാന്മാർക്ക് ജീവൻ നഷ്ടമായി. 15 പേർക്ക് പരിക്കേറ്റു. 23 ജവാന്മാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ ഉണ്ടായ മേഘവിസ്ഫോടനത്തിൽ കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. ധരാലി സന്ദർശിച്ച മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരിതബാധിത കുടുംബങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകി. ദുരന്തത്തിൽ ഒരു ജൂനിയർ കമ്മീഷണർ ഓഫീസറെയും 8 ജവാന്മാരെയും കാണാതായതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പേരിൽ സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് ട്രായ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് പോലെയുള്ളവയ്ക്കെതിരെ ജാഗ്രത പുലർത്തണം. മൊബൈൽ നമ്പർ വിച്ഛേദിക്കുന്നത് സംബന്ധിച്ച് ഫോൺ കോളുകൾ വഴിയോ മറ്റ് മാധ്യമങ്ങൾ വഴിയോ ഉപയോക്താക്കളുമായി ഒരു ആശയവിനിമയം നടത്തുന്നില്ലെന്നും ട്രായ് വ്യക്തമാക്കി.
2 തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകൾ കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് RJD നേതാവ് തേജസ്വി യാദവിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും നോട്ടീസ് അയച്ചു. ബീഹാർ നിയമസഭാ പ്രതിപക്ഷ നേതാവായ ശ്രീ യാദവ് പാറ്റ്നയിൽ നടന്ന പത്രസമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകരെ കാണിച്ച വോട്ടർ ID കാർഡ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതല്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം 12 വരെ നീട്ടി. സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 30-ന് പ്രസിദ്ധീകരിക്കും. വിശദാംശങ്ങളിലേക്ക്. 2025 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പുതുതായി പേര് ചേർക്കുന്നതിനും തിരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ sec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം. നോട്ടീസിൽ പറയുന്ന തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണം. ആക്ഷേപങ്ങളിൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകാം. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പദ്ധതിയിലൂടെ തിരുവനന്തപുരം മുട്ടത്തറയിൽ നിർമ്മിച്ച 332 ഫ്ളാറ്റുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഇതിന്റെ ഭാഗമായി മലപ്പുറം ഉണ്ണിയാലിയിൽ ഒരുക്കിയ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ താക്കോൽദാനം മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിക്കും. ദേശീയ കൈത്തറി ദിനമായ ഇന്ന് കേരളത്തിലും വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി P. രാജീവ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കൈത്തറി സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡ് വിതരണവും തൊഴിലാളികളെ ആദരിക്കലും മന്ത്രി V. ശിവൻകുട്ടി നിർവഹിക്കും. പോളണ്ടിൽ നടക്കുന്ന അത്ലറ്റിക്സ് മീറ്റിൽ വനിതാ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ അന്നു റാണി സ്വർണ്ണ മെഡൽ നേടി. സീസണിലെ ഏറ്റവും മികച്ച പ്രകടനവുമായി 62.59 മീറ്റർ ദൂരം എറിഞ്ഞാണ് ഇന്ത്യൻ താരം സ്വർണം സ്വന്തമാക്കിയത്. വേൾഡ് ഗെയിംസിന് ഇന്ന് ചൈനയിൽ തുടക്കം. ഇന്ത്യയിൽ നിന്ന് 17-അംഗ ടീം മത്സരിക്കും. ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത കായിക ഇനങ്ങൾ വേൾഡ് ഗെയിംസിൽ പ്രദർശിപ്പിക്കും. ഈ മാസം 17 വരെയാണ് മത്സരങ്ങൾ. 1981 മുതൽ 4 വർഷം കൂടുമ്പോഴാണ് വേൾഡ് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ 84-ാം ചരമവാർഷിക ദിനത്തിൽ രാജ്യം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ നൊബേൽ പുരസ്കാര ജേതാവും തത്വചിന്തകനുമായിരുന്ന അദ്ദേഹത്തിന്റെ കൃതികൾ ജനഹൃദയങ്ങളിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. രാജ്യത്തിന്റെ ചരിത്രത്തിനും സംസ്കാരത്തിനും വിദ്യാഭ്യാസ മേഖലയ്ക്കുമെല്ലാം രവീന്ദ്രനാഥ ടാഗോർ നൽകിയ സംഭാവനകൾ ഏറെ വലുതാണ്. ലോക മുലയൂട്ടൽ വാരാചരണത്തിന് ഇന്ന് സമാപനം. ജനനത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ബോധവൽക്കരണ വാരാചരണത്തിന്റെ ലക്ഷ്യം. മുലയൂട്ടലിന് മുൻഗണന നൽകുക, സുസ്ഥിര പിന്തുണ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഈ വർഷത്തെ പ്രമേയം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 386 പോയിന്റ് താഴ്ന്ന 80,157-ലും നിഫ്റ്റി 130 പോയിന്റ് നഷ്ടത്തിൽ 24,443-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 20 രൂപ കൂടി 9,400 രൂപയും പവന് 160 രൂപ വർദ്ധിച്ച് 75,200 രൂപയുമാണ് ഇന്നത്തെ വില. റാഞ്ചി, കൊൽക്കത്ത, മുംബൈ എന്നിവിടങ്ങളിലായി 8 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 750 കോടി രൂപയുടെ GST അഴിമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. മണിപ്പൂരിൽ പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ അനധികൃത കുടിയേറ്റക്കാരെയും വിദേശ പൌരന്മാരെയും കണ്ടെത്തി. കഴിഞ്ഞ ആഴ്ച മുതൽ നടത്തിയ പരിശോധനയിൽ രേഖകളില്ലാത്ത 170 പേരെയും കാലാവധി കഴിഞ്ഞ രേഖകളുമായി 134 പേരെയുമാണ് കണ്ടെത്തിയത്. ഖാനയിൽ സൈനിക ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് പ്രതിരോധ മന്ത്രിയും പരിസ്ഥിതി മന്ത്രിയും ഉൾപ്പെടെ 6 പേർ മരിച്ചു. അനധികൃത ഖനനം തടയുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെയായിരുന്നു അപകടം. ഫ്രാൻസിൽ തുടരുന്ന കാട്ടുതീയിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരു സ്ത്രീ മരിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കടുത്ത ചൂട്, വരണ്ട കാലാവസ്ഥ, ശക്തമായ കാറ്റ് എന്നിവയാണ് കാട്ടുതീ പടരാൻ കാരണം. 16,000 ഹെക്ടറിലധികം ഭൂമി കത്തിനശിച്ചു. ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് 2025 മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. ഇന്നലെ ആരംഭിക്കാനിരുന്ന മത്സരം ചെന്നൈയിലെ ഹയാത്ത് റീജൻസിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഈ മാസം 15 വരെയാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഷിക മേഖലയിൽ MS സ്വാമിനാഥന്റെ ആശയങ്ങൾ ഇന്നും പ്രസക്തമെന്നും പ്രധാനമന്ത്രി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. കണക്കിൽപ്പെടാത്ത പണം വസതിയിൽ നിന്ന് കണ്ടെത്തിയ കേസിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീംകോടതി തള്ളി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം 12 വരെ നീട്ടി. പോളണ്ടിൽ നടക്കുന്ന അത്ലറ്റിക്സ് മീറ്റിൽ വനിതാ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ അന്നു റാണിക്ക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.